ഹലോ, പീലിക്ക് പനി തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾ സ്കൂളിലും പോകുന്നുണ്ടായിരുന്നില്ലേ. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറെ കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. അതിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിയിട്ട് ഡോക്ടറെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹീമോഗ്ലോബിനൊക്കെ ഒരു ഇത്തിരി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആൾ ഫുഡൊന്നും അങ്ങനെ നന്നായിട്ട് കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ കരിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും മോനും കൂടെ കരിക്ക് വാങ്ങാനായിട്ട് ഇറങ്ങിയാണ്. അവിടെയും പോയി നിന്നിട്ട് അടിയാണ്. ഇതിനിടയ്ക്ക് ചേട്ടനും അപ്പൂപ്പനും കൂടെയൊക്കെ എന്തൊക്കെയോ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. ഞങ്ങൾക്ക് കരിക്കൊക്കെ വാങ്ങി തന്നിട്ട് അതിൻ്റെ വേസ്റ്റ് കളയാൻ പോയിട്ടും ആളെ ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടതേ. അങ്ങനെ അവരുടെ കാര്യം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ വണ്ടിയിലോട്ട് കയറി ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വാഴയ്ക്കപ്പം കിട്ടുമെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കടയിൽ നോക്കിയപ്പോൾ വാഴയ്ക്കപ്പം ഇരിക്കുന്നതാണ്ടേ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ആരൂസിനെ വാഴയ്ക്കപ്പം വേണമെന്ന് ചോദിച്ചപ്പോൾ അവന് വേണ്ട, അവൻ അച്ഛൻ്റെ കൂടെ പുറത്തിറങ്ങണമെന്നായി. ഇവൻ ഇവിടെ ഇരുന്ന് വാഴയ്ക്കപ്പം വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവേ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവൻ പറഞ്ഞ സാധനമല്ല വാങ്ങുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു നീ വരണ്ട, ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ പോയി വാഴയ്ക്കപ്പൊക്കെ വാങ്ങിയിട്ട് വന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ പറയാതെ പോകുന്നത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഞങ്ങൾ 2 ഊണ് വാങ്ങിയിട്ടാണ് പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മ ഡോറൊക്കെ തുറന്നു തന്നു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ആരൂസ് പൊതിയൊക്കെ തുറന്നിട്ട് വാഴയ്ക്കപ്പം കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ കഴിക്കാതെ വന്നാൽ മോശമല്ലേ ആർക്ക്, എനിക്ക്. അപ്പോൾ ഞാൻ ഒരു വാഴയ്ക്കപ്പം എടുത്ത് കഴിക്കുവാണ്. ചേട്ടൻ പിന്നെ എന്തൊക്കെയോ നോക്കി അങ്ങനെ നടക്കുവാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു വാഴയ്ക്കപ്പൊക്കെ എടുത്ത് കഴിക്കുക. അങ്ങനെ ആൾ ഡ്രസ്സൊക്കെ മാറി വാഴയ്ക്കപ്പൊക്കെ കഴിച്ചു. ഇനി കുറച്ച് ജോലിയൊക്കെ വീട്ടിലുണ്ട്. പിന്നെ അമ്മയ്ക്ക് വാഴയ്ക്കപ്പൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് അമ്മ പേരക്കൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുവാണ്. ഞങ്ങളിവിടെ 5 പേർക്കും കൂടെ 2 ഊണാണ് വാങ്ങിയത്. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിക്കാനായിട്ടിരുന്നു. നമ്മുടെ പീലിക്കുട്ടി വയ്യാത്തത് കൊണ്ട് തന്നെ ആൾ നല്ല ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്. ഞാൻ കഴിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ 2 പേർക്കും ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വളരെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കാനിരുന്നപ്പോൾ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് 2 പേരും പോയേ. പീലിക്കുട്ടിയുടെ സ്കൂളിൽ ഈ ആഴ്ച ആർട്ട് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡാൻസും ഫാൻസി ഡ്രസ്സിൻ്റെ സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ എന്തോ നമുക്ക് സ്കൂളിലോട്ട് കുഞ്ഞിനെ വിടാനായിട്ട് പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. അതിൻ്റെ സങ്കടം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്, കുഞ്ഞുങ്ങളിങ്ങനെ സ്കൂളിൽ ഓരോ കോമ്പറ്റീഷനൊക്കെ പങ്കെടുപ്പിക്കുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ എന്നിട്ട് മിസ്സിനോട് പറഞ്ഞു മോൾക്ക് കുറവുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും എന്നുള്ളത്. അവൾക്കാണെങ്കിൽ ഇങ്ങനെ വിട്ട് പനി നിൽക്കുന്നത് കൊണ്ട് തന്നെ കൊണ്ടുവിടാനും തോന്നിയില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അടുത്ത വർഷം നമുക്കതൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്താലേ നമുക്ക് കമൻറ്റ് ടോപ്പറെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും യൂട്യൂബ് തന്നെ എനിക്ക് 2 കമൻറ്റ് ടോപ്പറെ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഉടനെ ഗിഫ്റ്റായിട്ട് അവരെ കാണാനായിട്ട് പോകുന്നതാണ്. ആരൊക്കെയാണ് കമൻറ്റ് ടോപ്പർ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാമേ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പീലിക്കുട്ടിയും കൂടെ കുറച്ച് നേരം കിടക്കാനായിട്ട് പോയതാണ്. അപ്പോഴാണ് ഈ ഒരു ഗ്ലാസ് കണ്ടത്. പിന്നെ അതൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.